മില്ലറ്റ് കഫേ ദേവികുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുധാന്യങ്ങളെ പരിചയപ്പെടുത്തുകയും അവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാട്ടിൽ തന്നെ ലഭ്യമാക്കുന്നതിനുമായാണ് മില്ലറ്റ് കഫേ പ്രവർത്തനം ആരംഭിച്ചത്. ദേവികുളങ്ങര ഇഷാസ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കോട്ടുംവാതുക്കൽ കടവിന് സമീപമാണ് മില്ലറ്റ് കഫേ പ്രവർത്തനം തുടങ്ങിയത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് കഫേ ഉദ്ഘാടനം ചെയ്തു. ഇഷാസ് കൃഷിക്കൂട്ടം സംരംഭത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടുംവാതുക്കൽ പാലത്തിന് സമീപമാണ് മില്ലറ്റ് കഫേ പ്രവർത്തനം ആരംഭിച്ചത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാട്ടിൽ തന്നെ ലഭ്യമാക്കുകയെന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര ചോറുണ്ണും എന്നൊക്കെ ഓരോരുത്തരെയും വിശേഷിപ്പിക്കാൻ തുടങ്ങി. എത്ര ചോറുണ്ണും എന്നുള്ളതായിരുന്നു ഒരാളിൻ്റെ ഒരു കഴിവായി കണ്ടിരുന്നില്ല. അങ്ങനെ ഓരോരുത്തരെയും ആണായാലും പെണ്ണായാലും അവർ കഴിക്കുന്ന ചോറിൻ്റെ അളവ് വെച്ച് നാട്ടിലെ പ്രമുഖരായി വാഴ്ത്തപ്പെടുന്നിടത്തേക്ക് എത്തി. നമ്മുടെ എല്ലാം കൂടി ഒരു തലയെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 40 ലക്ഷം ടൺ അരി വേണം നമുക്ക് ഒരു ദിവസം, ഒരു വർഷം 40 ലക്ഷം ടൺ അരി വേണ്ടയിടത്ത് നമുക്ക് പക്ഷേ ഇപ്പോൾ ഒരു 29 ലക്ഷം ടൺ കിട്ടിയാലൊക്കെ ഒരു വർഷം നമുക്ക് പോവാം. കാരണം നമ്മൾ കുറച്ച് കേരളത്തിലുള്ള ആൾക്കാർ കുറച്ച് ഗൾഫിൽ പോയതുകൊണ്ടൊന്നുമല്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന വിശേഷണമുള്ള നമ്മളിപ്പോൾ അരിയാഹാരം കുറയ്ക്കുന്ന മലയാളിയായി മാറി. കയറാത്ത വീടില്ലാന്ന തരത്തിലേക്ക് എത്തി. പ്രമേഹ രോഗികളില്ലാത്ത വീട് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്ന തരത്തിലേക്ക് കേരളീയരിലേക്ക് അതെല്ലാം എത്തി. എന്തുകൊണ്ടല്ല എത്തുന്നു? അച്ഛന് പ്രമേഹ രോഗമുണ്ട്, അമ്മയ്ക്ക് പ്രമേഹ രോഗമുണ്ട്, അതുകൊണ്ടാണെന്നും പറഞ്ഞ് മാത്രം നമ്മൾ അതിൻ്റെ പേരിൽ ഒരു വിധി കൽപ്പിക്കാൻ നിൽക്കേണ്ടതില്ല. നമ്മൾ തന്നെ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളുടെയും ഫലമായിട്ട് അത് വന്നു കയറി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി പദ്ധതി വിശദീകരണം നടത്തി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ്, എസ് രേഖ, രജനി ബിജു, മിനി മോഹൻ ബാബു, ഇ ശ്രീദേവി, ആർ രാജേഷ്, ആർ രാധാകൃഷ്ണൻ, ലീന രാജു, പി സ്വാമിനാഥ്, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.